നിങ്ങളുടെ നാട്ടിൽ ഒരു മാരത്തോൺ ഇവന്റ് നടക്കുന്നുണ്ട്. അതിൽ നിങ്ങൾക്ക് പങ്കെടുക്കണമെന്ന് ആഗ്രഹമുണ്ട്. പക്ഷേ ഏത് ഇവന്റിന് രജിസ്റ്റർ ചെയ്യണം, എങ്ങനെ രജിസ്റ്റർ ചെയ്യണം, എന്തൊക്കെ ട്രെയിനിങ് റൊട്ടീൻ വേണം എന്നറിയാത്ത ഒരാളാണെങ്കിൽ എന്ത് ചെയ്യണമെന്ന് ഞാൻ പറഞ്ഞുതരാം. ഈ നടക്കുന്ന എല്ലാ റണ്ണിങ് ഇവൻറ്റ്സും 4 കാറ്റഗറിയിലാണ് സ്പ്ലിറ്റ് ആയിരിക്കുന്നത്. 5K, 10K, ഹാഫ് മാരത്തോൺ, ഫുൾ മാരത്തോൺ. ചില ഇവൻറ്റ്സിൽ ഹാഫ് മാരത്തോൺ കാണും, ചില ഇവൻറ്റ്സിൽ ഫുൾ മാരത്തോൺ കൂടി ഇൻക്ലൂഡഡ് ആയിരിക്കും. യൂഷ്വലി എല്ലാ മാരത്തോണിനും ഉറപ്പായിട്ടുണ്ടാകുന്ന 2 കാറ്റഗറിയാണ് 5K, 10K. 5K 5 കിലോമീറ്ററാണ്, 10K അതേപോലെ 10 കിലോമീറ്ററാണ്. ഹാഫ് മാരത്തോൺ 21.1 കിലോമീറ്ററും ഫുൾ മാരത്തോൺ 42 കിലോമീറ്ററുമാണ് ഡിസ്റ്റൻസസ് വരുന്നത്. റണ്ണിങ്ങിൽ ബിഗിനറായ ഒരാൾക്ക് പറ്റിയ കാറ്റഗറി 5K ആണ്, അതായത് 5 കിലോമീറ്ററാണ്. 5 കിലോമീറ്റർ നിങ്ങൾക്ക് റൺ ചെയ്യാം അല്ലെങ്കിൽ റൺ വാക്ക് ചെയ്യാം. ബിഗിനറൊക്കെ ആകുന്നുണ്ടെങ്കിൽ നിങ്ങൾ റൺ വാക്ക് ചെയ്യുന്നതായിരിക്കും എപ്പോഴും നല്ലൊരു ഓപ്ഷൻ. ആദ്യത്തെ 1-2 റണ്ണ് 5 കിലോമീറ്റർ കണ്ടിന്യൂസ് ആയി ഓടാൻ പറ്റുന്ന ഒരാളാണെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങൾക്ക് 5 കിലോമീറ്റർ കവർ ചെയ്യാൻ പറ്റും. 10 കിലോമീറ്റർ കുറച്ചും കൂടെ ലോങ് ആണ്, അത് കുറച്ചും കൂടെ എക്സ്പീരിയൻസ് ഉള്ള റണ്ണേഴ്സിന് പറ്റിയ ഒരു ഇവൻ്റാണ്. ബിഗിനേഴ്സിനും ചെയ്യാം, പക്ഷേ അത്രയും കൂടുതൽ ടൈം എടുക്കും. ഹാഫ് മാരത്തോൺ കുറച്ചും കൂടെ ട്രെയിനിങ് ഒക്കെ നിങ്ങൾ ചെയ്തതിന് ശേഷം മാത്രം അറ്റംപ്റ്റ് ചെയ്യുന്നതായിരിക്കും നല്ലത്. ഞാനിപ്പോൾ എൻ്റെ മാക്സിമം ഡിസ്റ്റൻസ് ഹാഫ് മാരത്തോൺ ആണ്. ഫുൾ മാരത്തോൺ ട്രെയിനിങ് ലെവലിലോട്ടൊന്നും ഞാൻ ആയിട്ടില്ല. കാരണം കണ്ടിന്യൂസ് ആയിട്ട് 4 മണിക്കൂർ റൺ ചെയ്യുക എന്ന് പറഞ്ഞാൽ അത്ര എളുപ്പമുള്ള ഒരു കാര്യമല്ല. അതുകൊണ്ട് തന്നെ ഫുൾ മാരത്തോണിലോട്ട് ഞാൻ എത്തിയിട്ടില്ല. ഇപ്പോൾ ഞാൻ ട്രെയിൻ ചെയ്യുന്ന ഹാഫ് മാരത്തോൺ ആണ്. അപ്പോൾ ഈ റണ്ണിങ് കാറ്റഗറീസ് അല്ലെങ്കിൽ അതിനെപ്പറ്റി കൂടുതൽ എന്തെങ്കിലും സംശയങ്ങളുണ്ടെങ്കിൽ നിങ്ങൾ താഴെ കമൻറ്റ് ബോക്സിൽ ഇടുക. ഞാൻ അതിനെപ്പറ്റി ഒരു വീഡിയോ വീണ്ടും ചെയ്യുന്നതായിരിക്കും. അപ്പോൾ ബൈ.